ഹൈ റിട്ടേൺ കിട്ടുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് പദ്ധതിയാണ് ചന്ദനം കൂട്ടുകൃഷി. അതും ഒരു കൂട്ടുകൃഷി വ്യവസ്ഥയിൽ ചെയ്യുമ്പോൾ അതിലുള്ള ഒട്ടനവധി റിസ്കുകളെ നമുക്ക് ഓവർകം ചെയ്യാനും. റിസ്കുകൾ എന്ന് പറയുമ്പോൾ ചന്ദനം കൃഷി എന്ന് പറയുമ്പോൾ ചന്ദനം എന്ന് പറയുന്ന മരം എവിടെയുണ്ടെങ്കിലും സാധാരണ രീതിയിൽ അത് കള്ളന്മാർ കൊണ്ടുപോകുന്നതാണ് പതിവ്. വിലായത് ബുദ്ധ സിനിമ കണ്ടിട്ടുള്ളവരൊക്കെ ഒന്ന് കൈവന്തിക്കും, ജസ്റ്റ് ഒന്ന്. അടുത്തിരിക്കുന്നവർക്ക് എന്റെ കഥയൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തിട്ട് അറിയാത്തവര്. അപ്പൊ ചന്ദനം എവിടെ ഉണ്ടെങ്കിലും അത് കള്ളന്മാർ കൊണ്ടുപോകും എന്നുള്ളതാണ് പൊതുവെ ഉള്ളൊരു എല്ലാവർക്കും അറിയാവുന്ന ആക്ഷേപം എന്ന് പറയാൻ പറ്റില്ല, നഗ്നമായ സത്യം അത് തന്നെയാണ്. പക്ഷെ അത് ലീഗലാക്കിയിട്ടുണ്ട്. നമുക്ക് കൃഷി ചെയ്യാം, അതിലൂടെ ലക്ഷങ്ങളും കോടികളും സമ്പാദിക്കാം. അതിന് പറ്റിയ ഒരു ഹൈ റിട്ടേൺ കിട്ടുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ്, റിയൽ എസ്റ്റേറ്റും കൃഷിയും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു പദ്ധതിയാണ് ചന്ദനം കൃഷി. ഇതൊക്കെ മനസ്സിലാക്കി ഒരു 2-2.5 വർഷത്തോളം ഇതിന്റെ പുറകിൽ റിസർച്ച് ഒക്കെ ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ ഈ ഒരു പദ്ധതിയുമായിട്ട് വയനാട്ടിലേക്ക് വണ്ടി കയറിയത്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് കാല് കുത്തിയത്. വളരെ വിജയകരമായി തന്നെ 1400 ഏക്കർ സ്ഥലം 5 വർഷം കൊണ്ട് ഡെവലപ്പ് ചെയ്ത് അതിൽ ചന്ദനം കൃഷിയും അതിൻ്റെ കൂടെ തന്നെ റിയൽ എസ്റ്റേറ്റ് മേഖലയെയും ടൂറിസം മേഖലയെയും നല്ല രീതിയിൽ ഉത്തേജിപ്പിക്കുക എന്നുള്ളതായിരുന്നു തുടക്കത്തിൽ ഞങ്ങളുടെ ചിന്ത. എന്നുണ്ടെങ്കിൽ വയനാട് വന്നപ്പോഴാണ് ഇവിടുത്തെ വീണ്ടും കുറച്ചുകൂടെ പുതിയ സാധ്യതകളെ കുറിച്ച് ഞങ്ങൾക്ക് മനസ്സിലായത്. പ്രത്യേകിച്ച് കാർഷിക മേഖലയിലുള്ള ഒരുപാട് സാധ്യതകൾ. അപ്പൊ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഇവിടെ ഒരു കിസാൻ സർവീസ് സൊസൈറ്റി എന്ന് പറയുന്ന 4 ലക്ഷത്തിലധികം മെമ്പേഴ്സ് ഉള്ള 12 രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന. അത് കർഷകരുടെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഉദ്ദേശം, അവരുടെ ഉൽപ്പന്നങ്ങൾ കൃത്യമായിട്ട് കളക്ട് ചെയ്ത് അതിന് ഏറ്റവും ഉയർന്ന വില ലഭിക്കുന്ന രീതിയിൽ അതിന് മാർക്കറ്റിംഗ് നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്ത് അതിലൂടെ കർഷകരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള ആ ഒരു ഉദ്ദേശമായിട്ട് പ്രവർത്തിക്കുന്ന ഈ ഒരു കിസാൻ സർവീസ് സൊസൈറ്റി എന്ന് പറയുന്ന സംഘടന ഉണ്ടെന്നും അതിന്റെ ഭാരവാഹികൾ നമ്മുടെ ഈ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ആശയങ്ങൾ മനസ്സിലാക്കിയപ്പോൾ നമ്മൾക്ക് അവർക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ സാധിക്കും, സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുമെന്ന് അവർക്ക് ബോധ്യപ്പെട്ടപ്പോൾ അവർ നമ്മളുമായിട്ട് ഒരു ആലോചന നടത്തി. ആ കിസാൻ സർവീസ് സൊസൈറ്റിയുടെ 8 പേരാണ് ഓൾ ഇന്ത്യ ഡയറക്ടേഴ്സ് ആയിട്ടുള്ളത്. 9ാമത്തെ ഒരു ഡയറക്ടറായിട്ട് നമ്മളെ കമ്പനിയെ കിട്ടിയാൽ അവർക്ക് അതിൽ സന്തോഷമുണ്ട്. അതിലേക്ക് നമ്മളെ സ്വാഗതം ചെയ്തു. ചെറുപ്പം മുതലേ കൃഷിയെ ഒരുപാട് സ്നേഹിക്കുന്ന ഞാൻ, അല്ലെങ്കിൽ ഞാൻ പണ്ട് ചെറുപ്പം മുതലേ തന്നെ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ തന്നെ വീട്ടില് ചീരയും വെണ്ട